അങ്ങനെ നാട്ടിൽ നമ്മുടെ വേനൽക്കാലമൊക്കെ ആയി ഭയങ്കര ചൂടാണ്. ഈ ചൂടിൽ നിന്ന് രക്ഷ നേടായിട്ടൊരു ട്രിപ്പ് പോയാലെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അപ്പം ഒരു ട്രിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാമല്ലോ, എൻ്റെ ട്രിപ്പ് വീഡിയോസിലെല്ലാം എൻ്റെ കൂടെ പലപ്പോഴും ഉണ്ടാവാറുള്ളത് നമ്മുടെ സൈക്കോളിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ സൈക്കോളിയൻസിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. മൂന്നാറിലേക്കാണ് ആദ്യത്തെ ദിവസം പോകുന്നത്. അവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഇപ്പോൾ സൈക്കോളിയൻസിൽ എല്ലാവരും ഇല്ല, ഞാനുണ്ട്, അതുപോലെ നന്ദുവളിയൻ, ശ്രീത്തളിയൻ, ശരത്തളിയൻ, നിതിനളിയൻ, നമ്മുടെ സുബിൻ. ഞങ്ങൾ ഇത്രയും പേരാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി വെയിറ്റ് ചെയ്യുവാണ്. അവരിവിടുന്ന് വന്ന് ബൈക്കിലാണ് എല്ലാ പ്രാവശ്യവും പോകുന്നതൊക്കെ തന്നെ. നമ്മൾ 3 ബൈക്കിലായിട്ടാണ് 6 പേര് പോകുന്നത്. ബൈക്ക് ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും അവർ വരും, ഉടനെ തന്നെ വരും. ഞങ്ങളെല്ലാവരും കൂടെ ഉടനെ യാത്രയാവുകയാണ്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോ ആയിരിക്കും. സൂപ്പർ സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. സ്റ്റേ ഒക്കെ ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ഇത്തവണ പോകുന്നത്. സൂപ്പർ സ്ഥലങ്ങളാണ്, കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ വിശേഷങ്ങളെല്ലാം വീഡിയോയിലൂടെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ നന്ദോളിയം വന്നു. ആദ്യം തന്നെ ഞാൻ നന്ദോളിയൻ്റെ കൂടെയാണ് ബൈക്കിൽ കയറുന്നത്. നമ്മൾ കൊടൈക്കനാൽ പോയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതിനുശേഷം നമ്മുടെ ശ്രീതളീനും സുബിനും വന്നു. സമയം രാവിലെ 6:45 ആയിട്ടേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ എത്തി. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ഞങ്ങൾ ട്രിപ്പിന് വേണ്ടി ഇറങ്ങുന്നത്. വളയ്ക്കാൻ വലിയ സ്ഥലമാണ് ഈ വണ്ടിക്ക് ഒടിവ് കുറവാണ്. ഇന്നോവ പോലെ എടുത്ത് വെക്കട്ടെ. അങ്ങനെ നിതിനളീനും ശരത്തളീനും വന്നു. ശരത്തളീനാണ് നമ്മുടെ ലഗേജ് കെട്ടി വെക്കുന്നതിൻ്റെ എക്സ്പെർട്ട്. അങ്ങനെ ലഗേജ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്ദോളീനൊക്കെ കണ്ണാടിയൊക്കെ നോക്കി എല്ലാം സെറ്റാക്കുവാണ്. അങ്ങനെ ലഗേജ് എല്ലാം റെഡിയായി ഞങ്ങൾ യാത്ര തുടങ്ങി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മുടെ കോട്ടയം ലുലു മാളിൻ്റെയൊക്കെ മുന്നിൽ കൂടെ നേരെ പോവാണ്. നല്ല സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ലൈറ്റും സെറ്റപ്പും ഒക്കെയാണ്. അതിനുശേഷം നമ്മുടെ കോട്ടയം ടൗണും ഒക്കെ കടന്ന്, ഇത് തന്നെയാണല്ലോ ഇപ്പോൾ കോട്ടയം ടൗൺ ആദ്യമായിട്ട് കാണാനുള്ളത്. കോട്ടയം ടൗണും കടന്ന് ഏറ്റുമാനൂർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ MC റോഡിൽ കൂടി ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂന്നാറിന് പോകുന്നത്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. വേണ്ടേ? അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നിതിനളീനും ശരത്തളീനോട് വന്നിട്ടുണ്ട്. അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നേരെ മൂവാറ്റുപുഴ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവാണ്. ഈ റൂട്ടിൽ കൂടെ യാത്ര പോകുമ്പോൾ കുറേ നൊസ്റ്റാൾജിയ ഉണ്ട്. ഈ പള്ളിയാണ് പ്രധാനമായിട്ടും മീൻകുന്നം പള്ളി. കുറച്ച് വീടുകളും ഒക്കെ ഉണ്ട്. ആ വീടൊക്കെ എപ്പോൾ ഇതിലെ ബസ്സിനോ ബൈക്കിനോ കാറിനോ പോയാലും എപ്പോഴും ശ്രദ്ധിക്കും. 1-2 രസകരമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതൊന്നും ഞാൻ വിഷ്വൽ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ കോതമംഗലത്താണ് എത്തിയത്. കോതമംഗലത്തുള്ളൊരു ഹോട്ടലിൻ്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും ബൈക്ക് പാർക്ക് ചെയ്യുവാണ്. ആ ഹോട്ടലിൻ്റെ പേര് CFC ഫാമിലി റെസ്റ്റോറൻ്റ് എന്നാണ്. അങ്ങനെ ബൈക്കെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തയ്യാറായി. ഏകദേശം 9:30-10 മണി സമയം. എല്ലാ ആൾക്കാരും പലതരത്തിലുള്ള ആഹാരമൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, കള്ളപ്പം പറഞ്ഞു, സാധാരണ പാലപ്പം പറഞ്ഞു, പൊറോട്ട, അതുപോലെ തന്നെ മസാല ദോശ, ചിക്കൻ, ബീഫ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഓരോരുത്തരും ഓരോ ഡിഷാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഒരു ആവറേജ് ഫുഡൊക്കെ ആയിരുന്നു. ബീഫ് റോസ്റ്റൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. അങ്ങനെ അതിന് ശേഷം റെഡിയായി പോകാൻ. ഇനിയിപ്പോൾ വെയിലായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേഷവിധാനത്തിലൊക്കെ എല്ലാവരും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലൊക്കെ അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പം മുഴുവൻ കയറ്റമാണല്ലോ, അതിന് വേണ്ടിയിട്ട് വണ്ടിയെല്ലാം തയ്യാറാക്കി എല്ലാം സെറ്റാക്കുവാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഒറ്റ പിടിയിൽ നമുക്ക് മൂന്നാർ വരെ ചെല്ലണം. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ബ്രേക്ക് എടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്താണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ കൂട്ടത്തിൽ 2 പേര് പക്ക യൂണിഫോമിലാണ്. ചേർന്ന് നിൽക്കണോ? ഇങ്ങോട്ട് തിരിയണോ? ഇങ്ങോട്ട്. നിങ്ങൾ ഏത് കമ്പനിയല്ലേ ജോലി ചെയ്യുന്നത്? അവിടുത്തെ യൂണിഫോം ആണോ? എല്ലാം ഒരേപോലെ ഇരിക്കുന്നില്ല ബ്രോ. അങ്ങനെ നമ്മൾ കോതമംഗലവും കടന്ന് മുന്നോട്ട് യാത്ര തിരിക്കുവാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ മൂന്നാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അവധിക്കാലത്ത് ഒത്തിരി പേര് മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കോതമംഗലത്തുനിന്ന് മുകളിലോട്ട് ഫുള്ള് മൂന്നാർ വരെ റോഡ് പണി നടക്കുവാണ്.
നല്ല കട്ടയ്ക്ക് ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ സമയം കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിക്കോണം. അല്ലേ നിങ്ങളുടെ ഈ ടൂറ് പരിപാടിയൊക്കെ കുളമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് ഓഫ് സീസണാണ്, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കോതമംഗലത്തു നിന്ന് നമ്മൾ നേരെ നേര്യമംഗലം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൻ്റെ ആ വൈബിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാറിലേക്ക് കടക്കുന്നു എന്നുള്ളത് മനസ്സിനെ ഏറ്റവും ആദ്യം ബോധ്യപ്പെടുത്തുന്നത് ഈ നേര്യമംഗലം പാലം വരുമ്പോഴാണ്. ഇതൊരു പ്രത്യേക ഫീലാണ് ഈ പാലത്തിൽ കൂടെയുള്ള യാത്ര. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതിട്ടുള്ള പാലമായിരിക്കും. അങ്ങനെ നേര്യമംഗലം പാലത്തിനിടയിൽ കൂടെ ആ കമാനങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സത്യത്തിൽ എല്ലാ വർഷവും ഇതിലേ പോകുന്നതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. ഞാൻ എപ്പോഴും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ റൂട്ട് യാത്ര ചെയ്യാറുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ തവണ ഈ പാലത്തെ കൂടെ പോയി. പകൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നേര്യമംഗലം പാലവും കടന്ന് ഇടുക്കിയുടെ വന്യതയിലേക്ക് നമ്മുടെ കാട്ടിനുള്ളിലേക്ക് യാത്രയാവുകയാണ്. ഇവിടെയൊക്കെ സൈഡിൽ പണി നടക്കുന്നുണ്ട്, ബ്ലോക്ക് കാര്യമായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഈ അവധിക്കാലം മൂന്നാർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ച് സമയം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോവുക. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുൾ റോഡ് ബ്ലോക്ക് ചെയ്ത് തന്നെയാണ് പണി നടക്കുന്നത്. കാരണം ഇവിടെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീതി കൂട്ടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര വളരെ എളുപ്പമാകും. നോക്കിയേ, JCB ഒക്കെ ഇട്ട് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അവധിക്കാലം ഏകദേശം ഈ മാർച്ച് 30-ന് ശേഷം ധാരാളം യാത്രികർ മൂന്നാറിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ കേരളത്തിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അടുത്ത ഒരു സ്ഥലത്തും കൂടെ ബ്രേക്ക് എടുത്തു. അങ്ങനെ ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാർ വരെ എത്തേണ്ട ആവശ്യമില്ല. മൂന്നാറിന് 10 കിലോമീറ്റർ താഴെയായിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട്. ഒരു ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്രയായി നമ്മുടെ റിസോർട്ടിൻ്റെ സ്ഥലം നമ്മൾ കണ്ടെത്തി. സുഹൃത്തുക്കളെ, നമ്മൾ താമസിക്കുന്ന ഗ്രാൻഡ് വാലി എന്ന് പറയുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ്. ഹോസ്പിറ്റാലിറ്റി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വളരെ ഒത്തിരിയധികം പ്രത്യേകതകളുള്ള റിസോർട്ടാണ്. മൈ കേരള ടൂറിസം അസോസിയേഷൻ ഈ വർഷത്തെ ഹോസ്പിറ്റാലിറ്റി അവാർഡ് ബെസ്റ്റ് റിസോർട്ടുകൾക്കുള്ള അവാർഡ് കിട്ടിയ നമ്മുടെ ഗ്രാൻഡ് വാലി മൂന്നാറിൽ നിന്നൊരു 10 കിലോമീറ്റർ താഴെയായിട്ട് ഏകദേശം ആനച്ചാൽ ഭാഗത്താണ് ഈ റിസോർട്ട് വരുന്നത്. നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മൾ ചെന്ന് കയറുമ്പം നമ്മൾ കണ്ട ഓർക്കും ഒരു ചെറിയ റിസോർട്ടാണെന്ന്, പക്ഷേ അല്ല. ഇതിൻ്റെ പുറകോട്ട് ധാരാളം സെറ്റപ്പുകളുണ്ട്. ഇതാണ് ഗ്രാൻഡ് വാലി. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് നിറയുന്ന ഗ്രാൻഡ് വാലി. അങ്ങനെ ഗ്രാൻഡ് വാലിയെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഗ്രാൻഡ് വാലിയുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ സുന്ദരമായി തടികൾ കൊണ്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ തടികൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ ഗ്രാൻഡ് വാലി വളരെ അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ടാണ്. അതിൻ്റെ GM ഒക്കെ തന്നെ നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് എൻ്റെ വാതിക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ GM നമ്മളെ റിസീവ് ചെയ്തു. ഇതിൻ്റെ റിസപ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ലോബിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ, തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് മൂന്നാറിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ സുന്ദരമായ ഫ്രണ്ട് ഓഫീസ് കൂടെ കയറി നമ്മൾ റൂമിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തു. വന്ന് ഇത്ര ദൂരം യാത്ര ചെയ്താണ്ട് അവർ നമ്മളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്ന ഒരു റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് 2 റൂമുകളിലായിട്ടാണ് നമ്മൾ ഈ 6 പേര് സ്റ്റേ ചെയ്യുന്നത്. ഇതിനാണ് അതിനകത്ത് ഒരു റൂം ഇതാണ്. ഈ റൂമിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു നീറ്റ്നെസ്സും ക്ലീനിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് നോക്കിയേ, ഈ ബാൽക്കണി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ നട്ടുച്ച സമയമാണ്, വലിയ ചൂടൊന്നുമില്ല, എന്നാലും ചൂടുണ്ട്. പൊതുവിൽ മൂന്നാറിലുള്ള അത്രയും തണുപ്പില്ല. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നോക്കത്ത ദൂരത്തോളം പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. നമുക്ക് ഈ കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് എപ്പോഴും ഈ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം. ഇതുകൊണ്ട് തന്നെയാണ് യാത്രികരെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പാർക്കിംഗ് ഏരിയയിലോട്ട് വെക്കാനായിട്ട് പോവാണ്. ഇതിങ്ങനെ താഴോട്ട് കുറേ ഉണ്ട്. നടന്ന് കയറുന്ന ഒരു ചെറിയ ടാസ്ക് ആണെങ്കിൽ പോലും പാർക്കിംഗ് ഏരിയ താഴെയാണ്. നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു പാർക്കിങ്ങിൽ വണ്ടി വെക്കുക, അതോടൊപ്പം ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ്. നോക്കി, പാർക്കിംഗ് ഏരിയയിൽ നല്ല മുളം കാടുകളൊക്കെ ഉണ്ട് സൈഡിലായിട്ട്. ഈ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. റെസ്റ്റോറൻറ്റൊക്കെ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും ഈ പ്രകൃതി ഭംഗിയാണല്ലോ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ആസ്വദിക്കേണ്ടത്. വളരെ സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. ഇപ്പോൾ ഇതിലോട്ടൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് മാക്സിമം ഈ ഏരിയയിലൊന്ന് എൻജോയ് ചെയ്യണം. നമ്മുടെ അളിയന്മാരൊക്കെ അവിടെ വന്ന് ഭയങ്കര ചർച്ചയിലാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് ഗ്രാൻഡ് വാലിയിലെ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് നിങ്ങൾ നോക്കിക്കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും. എനിക്ക് റെസ്റ്റോറൻറ്റ് ഈ തേയിലത്തോട്ടത്തിനോട് ചേർന്ന് ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒക്കെ നമ്മൾ ആ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഈ തേയിലത്തോട്ടത്തിൻ്റെ ചേർന്നിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അടിപൊളിയാണ്. പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രാവിലത്തെ ചെറിയ തണുപ്പും ചെറിയ മഞ്ഞും തണുത്ത കാറ്റും ഒക്കെ ഏറ്റുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. താഴെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ കാണുന്നുണ്ട്.
നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ വേണമെന്നുള്ളതാണ്. എന്തായാലും ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ഒരു പ്ലേസ് ആണ്, ഒരു ഗെയിം ഏരിയ ഉണ്ട്. അവിടെ എല്ലാവരും ഭയങ്കര ഗെയിം കളിയാണ്, അമ്പും വില്ലും എടുത്ത് ചെയ്ത് കളിക്കുവാണ്. ഭയങ്കര ഉന്നം വെച്ചൊക്കെ വിടുന്നുണ്ട്. എവിടെയാണ് ചെന്ന് കൊള്ളുന്നതെന്ന് നോക്കിയാൽ കുഴപ്പമില്ല കേട്ടോ. ഇവരൊക്കെ കാര്യമായിട്ട് ഈ കാര്യത്തിലൊക്കെ എക്സ്പെർട്ടാണ്. സുബിനൊക്കെ ഭയങ്കര കാര്യമായിട്ട്, എനിക്ക് തോന്നുന്നു സുബിനി തെറ്റാലിയായിട്ട് മീൻ പിടിക്കാനെങ്ങാണ്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ എക്സ്പെർട്ടൈസാണ് അവനുള്ളത്. നോക്കി കറക്റ്റ് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. നിതിനളിയനും സുബിനും ശ്രീതളീനും നന്ദും ഒക്കെ കാര്യമായിട്ട്. എനിക്ക് അവരുടെ അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്നാലും ശരിയാകും. 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ശരിയാകും. ശരത്തളീൻ അവിടെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ഗെയിം സോണൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് പോയിട്ട് വന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഒരു സ്ഥലമുള്ളത് എപ്പോഴും നല്ലതാണ്. അവരെപ്പോഴും നോക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസൊക്കെ ആണല്ലോ കൊച്ചു കുട്ടികളൊക്കെ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഉണ്ട്. അത് നിർത്തി ശ്രീതളിയൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കുവാണ്. ഒന്നും വിടുന്നില്ല. അപ്പുറം ക്യാരം ബോർഡിലും കളി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉഷാറായിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഒന്ന് ഫണ്ണൊക്കെ ആക്കിയിട്ട് നേരെ ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറുവാണ്. നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ കറി, ബട്ടർ ചിക്കൻ, നാടൻ ചോറ്, തൈര്, തോരൻ, അച്ചാർ, ഇങ്ങനെയുള്ള കുറേ വിഭവങ്ങളൊക്കെ കൂട്ടി നല്ല രീതിയിലൊരു ലഞ്ച് ഞങ്ങൾ കഴിച്ചു. ഇനി ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം അടുത്ത തകർപ്പിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് രസകരമായിട്ട് ആ സുന്ദരമായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഉറങ്ങാനായിട്ട് പോയി. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇത് മുഴുവൻ കറങ്ങി കാണുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ആദ്യമേ തന്നെ ചെന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. അടിപൊളി ഒരു പൂളാണ്. വലിയ വലിപ്പമുള്ളൊരു പൂളൊന്നും അല്ല, അത്യാവശ്യം ആഴമുണ്ട്. നമുക്കിങ്ങനെ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാകത്തില്ല. ഇങ്ങേ അറ്റത്ത് ആഴം കുറഞ്ഞിട്ട് അങ്ങേ അറ്റത്തേക്ക് കൂടി വരുന്ന രീതിയിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്വിമ്മിംഗ് പൂളിൽ എന്തായാലും ഇന്ന് കുറച്ച് ഷോട്ടൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ശ്രീതളയും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നോക്കി ഇങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഇത് തേയിലത്തോട്ടത്തോട് ചേർന്ന് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും താഴെയല്ല, ഇതിൻ്റെ താഴെ ഒരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയാണ് ബാർബിക്യൂവും ക്യാമ്പ് ഫയറും ഒക്കെ നടക്കുന്നത് രാത്രിയിൽ. അപ്പോൾ അങ്ങോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അതിന് മുന്നോടിയായിട്ട് ഈ സ്വിമ്മിംഗ് പൂളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട് ഈ പ്രോപ്പർട്ടി ചുറ്റിക്കാണുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് റൂംസ് മാത്രമല്ല കേട്ടോ. ഇതിനകത്ത് ഇഷ്ടം പോലെ വിവിധ തരത്തിലുള്ള റൂംസ് ഉണ്ട്. നോക്കിയേ, വുഡനായിട്ടുള്ള ക്യാബിനുകൾ. ഇത് ക്യാബിനല്ല, ഇതൊക്കെ ട്രീ ഹൗസുകളാണ്. ഭൂമിയിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രീ ഹൗസുകളാണ്. നോക്കി, ഇതെല്ലാം ട്രീ ഹൗസാണ്. നല്ല രസമാണ്. ഇതിനകത്തൊക്കെ ഈ തണുപ്പ് കാലത്ത് താമസിക്കുകയാണെങ്കിൽ ഭയങ്കര സൂപ്പറാണ്. അതോടൊപ്പം എല്ലാ സ്ഥലത്തും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു ടേബിൾ ടെന്നീസിൻ്റെ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. എവിടെ നോക്കിയാലും നല്ല സുന്ദരമായിട്ടുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഗ്രാൻഡ് വാലിയുടെ പ്രത്യേകത. അപ്പോൾ ഗ്രാൻഡ് വാലി ഒരു പ്രാവശ്യം നമുക്ക് മൂന്നാർ പോകുന്ന കൂട്ടത്തിൽ സ്റ്റേ ചെയ്ത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞാനീ കാണിച്ചു തരുന്ന അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. നമുക്ക് വീഡിയോയ്ക്ക് മുഴുവൻ കാണിക്കാനുള്ള പരിമിതികളുണ്ട്, കാര്യം ലെങ്ത് കൂടും. അങ്ങനെ നമ്മൾ വീണ്ടും അതിൻ്റെ താഴെയുള്ള പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ചും ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക്. ഇതാണ് ക്യാമ്പ് ഫയർ ഏരിയ. ക്യാമ്പ് ഫയറിനുള്ള മരങ്ങളും തടിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് രാത്രി കാണാം ക്യാമ്പ് ഫയർ. ഇപ്പോൾ ഇവിടെ പാർക്കുണ്ട്. ഈ പാർക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അളിയന്മാരൊക്കെ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഈ പാർക്കിൽ ഇറമാദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. താഴോട്ടങ്ങോട്ട് ഒന്ന് ചെറുതായിട്ട് അപ്പ് ചെയ്ത് കൊടുക്ക്. ഇനിയും താഴെ നിന്ന് കാണണം. ഇങ്ങനെ കിടക്കണ. അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ നന്ദുവളീന് ശ്രീതളനോട് ഊഞ്ഞാലാടാൻ പോവാണ്. ഊഞ്ഞാലാടി ചെറുപ്രായത്തിലേക്ക് അവർ തിരികെ പോകാനായിട്ടുള്ള പ്ലാനിലാണ്.
രണ്ടുപേരുടെ ഭയങ്കര യൂണിഫോമിറ്റിയിലാണ്, ഒരുമിച്ചാണ് ഊഞ്ഞാലൊക്കെ ആടുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലൊരു തകർപ്പ് പരിപാടി കാണും. ഇതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ ശേഷമാണ് നമ്മൾ പോയി റെഡിയായി വീണ്ടും ബാർബിക്യൂവിന് വേണ്ടി വരണം, ക്യാമ്പ് ഫയർ. അങ്ങനെ ഇത് വളരെ രസകരമാണ്, നല്ല ആംബിയൻസ് ആണ്, ഒരു തരത്തിലുള്ള ശല്യങ്ങളും ഇല്ല, നല്ല പ്രൈവസി ഉള്ള ഏരിയയുമാണ്. നമുക്ക് ആ ഒരു പ്രകൃതിയോട് ചേർന്ന് തന്നെ നിന്നുകൊണ്ടുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നോക്കിയേ, ഫ്രണ്ടിലോട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പോലും നടന്നായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഫുള്ള് നേച്ചർ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ അതിന് ശേഷം നേരെ സ്വിമ്മിംഗ് പൂൾ ചാടി തകർക്കാനായിട്ട് പോവാണ്. ഓക്കെ, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവാം. എങ്ങനെയുണ്ട് ബ്രോ വെള്ളത്തിൽ? ബ്രോ മാനസികമായി തയ്യാറെടുത്തോ ചാടാൻ? പൂളി ചാടാൻ ശാരീരികവും മാനസികവും തയ്യാറെടുക്കും. റെഡി, ഓക്കെ, ഇപ്പം റെഡി ആക്കി തരാം. മത്സ്യകന്യകൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? ഭയങ്കര ചൂടാ, ദേഹം എല്ലാം ചൂടാ, തണുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത്. മത്സ്യകന്യകനാണോ? മത്സ്യകന്യകൻ കിടക്കുന്നുണ്ട്. സുബിന് റിസോർട്ടിൽ പൈസ കൊടുക്കാൻ അല്ലാണ്ട് അവനെടുത്ത് തുണി മുഴുവൻ അലക്കി കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം നമ്മൾ ക്യാമ്പ് ഫയർ ആൻഡ് ബാർബിക്യൂ, നമ്മളെ കുറേ നേരമായിട്ട് ഹോട്ടലിൽ നിന്ന് വിളിക്കുന്നുണ്ട് വൈകുന്നേരത്തെ ഈ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട്. അതിൻ്റെ സൈഡിലൊരു ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സംവിധാനം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഗ്രില്ല് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. കുറച്ച് ഫുഡൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മളങ്ങനെ ആ ക്യാമ്പ് ഫയർ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സംവിധാനം. അവിടെ ചിക്കനും മറ്റ് കാര്യങ്ങളും എല്ലാം മസാല വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതനുസരിച്ച് ഉണ്ടാക്കി തരും. എന്തെങ്കിലും ഗ്രേവി ടൈപ്പ് കറി വേണേൽ അത് ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ അതിനുള്ള ഓർഡർ എല്ലാം കൂടെ കൊടുത്തിട്ട് ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നിറച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പാട്ടൊക്കെ മ്യൂസിക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, കോപ്പിറൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി. നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് നമ്മുടെ ക്യാമ്പ് ഫയർ. ഈ ചെറിയ തണുപ്പത്ത് ചെറിയൊരു ചൂട് കിട്ടുന്ന ഭയങ്കര സുഖമാണ്. അപ്പോൾ എല്ലാവരും അതിന് ചുറ്റും കൂടിയിരുന്ന് ആദ്യം വർത്താനം പറയും, പിന്നെ ഡാൻസ് കളിക്കും, പിന്നെ എന്തെല്ലാം ആവുമെന്ന് നമുക്ക് കാണാം. അങ്ങനെ സമയം നല്ല രീതിയിൽ കടന്നുപോയി. സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോണമല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, കഴിക്കുകയും വേണം. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മളെല്ലാം കൂടെ കടക്കുവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ, ഗ്രില്ല് ചെയ്ത ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഷെഫ് ബാക്കി എടുത്തോളാം പിടിച്ചു കഴിച്ചു. നിങ്ങൾ കഴിക്കൂ. എന്തോത്തിനാ സുബിനെ? നമുക്ക് 2 രൂപ ഒരു പ്ലേറ്റില്ല കേട്ടോ. അതെ, നമ്മൾ ഒരു പ്ലേറ്റിലുണ്ട്, ഉറങ്ങി, ഒരു പായിൽ ഉറങ്ങി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് പറ. ബട്ടർ ചിക്കൻ ഇത് മയോണൈസ്, നമ്മുടെ അൽഫാം നമ്മൾ ഉണ്ടാക്കിയത്. അതെ,
നാടൻ ബാർബിക്യൂ. അതെ. നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മണിക്കൂറുകളോളം നമ്മൾ അവിടെ ഇരുന്ന് ആ ക്യാമ്പ് ഫയർ ഏരിയ ഇരുന്ന് കുറേ വർത്തമാനം എല്ലാം കൂടെ പറഞ്ഞിട്ടാണ് രാത്രി പിരിഞ്ഞ്. എനിക്കൊന്ന് രാത്രി പിരിഞ്ഞപ്പോൾ 12-1 മണിയായി. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ കിടക്കാനായിട്ട് പോവുകയാണ്. നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയാകേണ്ടതാണ്. 2 ദിവസത്തെ ട്രിപ്പാണ്. രണ്ടാമത്തെ ഇതിനെപ്പോലെ തന്നെ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ രാവിലെ എണീറ്റു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ ആ സുന്ദരമായിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. വിഭവ സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനകത്ത് ജ്യൂസ് ഉണ്ട്, കോൺഫ്ലേക്സ്, ചായ, കാപ്പി, അതോടൊപ്പം ബോയിൽഡ് വെജിറ്റബിൾസും റോ വെജിറ്റബിൾസും ഉണ്ട്. അതുപോലെ തന്നെ അപ്പമുണ്ട്, ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്, പൂരിയുണ്ട്, ചപ്പാത്തിയുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ ധാരാളം ഓപ്ഷൻസ് ആയിരുന്നു. ബ്രെഡും ജാമും ഉണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ രാവിലത്തെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അങ്ങനെ കാര്യമായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പതിയെ വർത്താനമൊക്കെ പറഞ്ഞു. ഓഫ് സീസൺ ആയതുകൊണ്ട് റെസ്റ്റോറൻ്റ് ഒന്നും അത്ര റഷല്ല. പിന്നെ നമ്മളൊരു 9:30 മണിയായപ്പോഴാണ് അത്യാവശ്യം ഉണ്ടായിരുന്ന ഗസ്റ്റൊക്കെ ആഹാരം കഴിച്ച് പിരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനിയും നെക്സ്റ്റ് പോകേണ്ട സ്ഥലത്തേക്കുള്ള ചർച്ചകളുമൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റിനിടയ്ക്ക് നടന്നു. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 45 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ. ശരത്തളീനും നിതിനളീനോട് വന്നപ്പം ശരത്തളീൻ്റെ എന്തോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അവർ പോയി ആ വഴിക്കാണ് വരുന്നത്. ഞങ്ങൾ 2 ബൈക്ക് കൂടെ നേരെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് അവിടെ തീരുമാനമായി. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി എല്ലാവരും തയ്യാറെടുത്തു. അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കി ഞാൻ വ്ളോഗിനകത്ത് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ മൂന്നാർ യാത്രയുടെ ഗ്രാൻഡ് വാലിയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ യാത്ര അവസാനിക്കുന്നില്ല. ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക്